ത്രിയേക ദൈവത്തിന് സ്തുതി. മനന ശിഖരത്തിലേക്ക് സ്നേഹപൂർവം ദൈവനാമത്തിൽ ഏവർക്കും സ്വാഗതം. മനനവൃക്ഷത്തിൻ്റെ ആത്മശിഖരത്തിൽ ചേക്കേറാൻ നോമ്പുകാലത്ത് ഒരു ധ്യാനം പക്ഷിയായി നമുക്ക് മാറാം. ഉള്ളിൻ്റെ പരുക്കുകളെയും ആത്മാവിൻ്റെ ബലഹീനതകളെയും ജീവിതത്തിൻ്റെ പരാധീനതകളെയും മനന മൗന ഔഷധങ്ങൾ കൊണ്ട് പൊറുപ്പിക്കേണ്ടതുണ്ട്. തിരിഞ്ഞു നോക്കാനും തിരിച്ചറിയാനുമുള്ള നാഴികകളാണ് നോമ്പുകാലം സമ്മാനിക്കുക. ഉള്ളിലേക്ക് നോക്കി ഉൾക്കാഴ്ചകൾക്ക് തെളിമയുണ്ടാക്കുക എന്നതും ചെറിയ ഒരു കാര്യമല്ലല്ലോ. ഭക്ഷണം വെടിയുന്നവരെ നോക്കി പരിഹസിച്ച് നാം പറയാറുണ്ട്, ഭക്ഷണം വെടിഞ്ഞതുകൊണ്ട് എന്ത് കാര്യം, മനസ്സിൻ്റെ ശുദ്ധിയല്ലേ കാര്യം എന്നൊക്കെ. ഇഷ്ടപ്പെട്ടത് വേണ്ട എന്ന് വയ്ക്കുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. മനസ്സിലുറപ്പിച്ച ഒരു തീരുമാനത്തിൻ്റെയും ഉടമ്പടി ബന്ധത്തിൻ്റെയും ബാക്കിപത്രമാണിത്. അതിന് വിധി പറയാൻ നമ്മൾ ആരാണ്? ഉള്ളിൻ്റെ വിശുദ്ധിയും ആത്മാവിൻ്റെ ഒരുക്കവും ശരീരത്തിൻ്റെ ശിക്ഷണവും ആത്മീയതയ്ക്ക് ഏറെ ആവശ്യവുമാണല്ലോ. ഇന്നത്തെ ധ്യാനത്തിൻ്റെ തലക്കെട്ട് പുറപ്പാടിൻ്റെ നൊമ്പരങ്ങൾ എന്നതാണ്. പുറപ്പാടിൻ്റെ നൊമ്പരങ്ങൾ. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ കോറിയിട്ടിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഏറ്റവും അലങ്കാരത്തിൻ്റെ തുന്നലിട്ട വാക്യവും ഇതാണ്: പിതാവിൻ്റെ സ്നേഹം പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് കാരണമായി എന്ന് ഒറ്റ വാക്കിൽ ആ വാക്യം നിർവചിക്കുന്നു. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും രണ്ട് സംഭവങ്ങൾ പുറപ്പാട് സംഭവവും ക്രിസ്തു സംഭവവുമാണ്. പുറപ്പാട് സംഭവം ദൈവിക രക്ഷണീയ പദ്ധതിയിൽ മനുഷ്യരുടെ പലായനവും വിമോചനത്തിനായുള്ള യാത്രയുമാണ്. ആ യാത്ര കനാനിൽ അവസാനിക്കുന്നുമുണ്ട്. പുതിയ നിയമത്തിലാകട്ടെ ക്രിസ്തു സംഭവത്തിൽ ദൈവം തൻ്റെ പുത്രനെ പ്രപഞ്ചത്തിൻ്റെ വീണ്ടെടുപ്പിനായി ഭൂമിയിലേക്ക് അയക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നുമുള്ള ഒരു പുറപ്പാടാണ്, പ്രയാണമാണ് ക്രിസ്തു സംഭവം. ദൈവസ്നേഹത്തെ പ്രതി, ഭൂമിയിലെ മനുഷ്യരെ പ്രതി പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് തീരുമാനം കൈക്കൊണ്ടു. അതിൻ്റെ അനന്തര ഫലമാണ് സ്നേഹത്തിൻ്റെ വിപ്ലവകരമായ പുറപ്പാട് സംഭവം. ഒന്ന്, വിട പറച്ചിൽ. അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ സ്വർഗത്തിൻ്റെ മഹിമകളോട് വിട പറഞ്ഞ് ദാസരൂപം എടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ പിതാവിൻ്റെ ഹിതത്തിനായി സമർപ്പിച്ചു. പിതാവിൽ നിന്നും സ്വർഗത്തിൽ നിന്നും സ്വർഗീയ മഹിമകളിൽ നിന്നും വിട പറഞ്ഞ പുത്രൻ തമ്പുരാൻ്റെ പുറപ്പാടിൻ്റെ പേരാണ് രക്ഷ, വിമോചനം അഥവാ വീണ്ടെടുപ്പ്. രണ്ട്, പരിമിതപ്പെടൽ. ദൈവം മനുഷ്യനായി എന്നത് ലോകത്തിനോ കാലത്തിനോ ശാസ്ത്രത്തിനോ ബുദ്ധിക്കോ വിവേചിക്കാനോ വിവക്ഷിക്കാനോ വിവർത്തനം ചെയ്യാനോ കഴിയാത്ത ഒന്നാണ്. പരിമിതികളിൽ നിന്ന് പരിമിതിയില്ലായ്മയിലേക്കുള്ള വളർച്ചയ്ക്കാണ് ദൈവാനുഭവം എന്ന് നമ്മൾ പലപ്പോഴും പറയുക. എന്നാൽ ദൈവം പരിമിതികളിലേക്ക് ഇറങ്ങി വന്ന ചരിത്ര സംഭവമാണ് ക്രിസ്തു സംഭവം. ഒരമ്മയുടെ ഉദരത്തിൽ ഭ്രൂണമായി വളരുവാൻ പരിമിതപ്പെട്ട് ഈ ഭൂമിയിലെ ശൈശവ, ബാല്യ, കൗമാര, യൗവന കാലത്തിലേക്ക് ക്രിസ്തു തന്നെ പരിമിതപ്പെടുത്തി. ജീവിക്കുവാൻ തന്നെ ഈ ഭൂമിയിലേക്ക് ഒരുക്കി. പാപമൊഴികെ മറ്റെല്ലാത്തിലും മനുഷ്യരോട് താതാത്മ്യപ്പെട്ടു. ഈ പരിമിതികളിൽ കൂടി ഭൂമിയെ ദൈവം തമ്പുരാൻ വിശുദ്ധീകരിച്ചു. മൂന്ന്, തിരസ്കാരങ്ങളും സഹന വഴികളും. സഹനമില്ലാത്ത പുറപ്പാടുകൾക്കും നൊമ്പരമേറ്റെടുക്കാത്ത സ്നേഹബന്ധങ്ങൾക്കും അല്പ ആയുസ് മാത്രമാണ്. കുരിശ് നിതാന്തമായ ജാഗ്രതയുടെ സ്നേഹം ഓർമ്മപ്പെടുത്തുന്നു. കുരിശ് മരണം സ്നേഹത്തിൻ്റെ നിത്യമായ പിരിയാബന്ധത്തിൻ്റെ കഥയുമാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ സ്നേഹം തീർന്നു പോകുന്നില്ല, നിലച്ചു പോകുന്നില്ല എന്ന് കുരിശ് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ നൊമ്പരങ്ങളുടെയും ഇരുൾ കാലങ്ങൾ പുലർന്നേ മതിയാകും. എല്ലാ സഹനങ്ങളും ക്ഷമാപൂർവം ഏറ്റെടുക്കുന്നവർക്ക് സഹനങ്ങളിലെ ദൈവാനുഭവം വെളിപ്പെട്ട് കിട്ടും. പുറപ്പാടിൻ്റെ നൊമ്പരങ്ങളിലെ സഹനങ്ങൾ ജീവിതത്തിൻ്റെ വഴികളെ വിമലീകരിക്കുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണ്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സഹനത്തിൻ്റെ പുറപ്പാടിൻ്റെ കാഴ്ചയാണ് ക്രിസ്തു സംഭവം.
ദൈവം ഭൂമിയെ സ്നേഹിച്ചു, അതോടൊപ്പം എന്നെയും സ്നേഹിച്ചു എന്നത് ഈ സദ്വർത്തമാനത്തിൻ്റെ പ്രഘോഷണമാണ്. ആത്മശിഖരത്തിന്മേൽ ദൈവാനുഭവത്തിൻ്റെ കൂടുകൂട്ടി പൊരുന്നയിരിക്കുന്ന ആത്മതപനത്തിൻ്റെ നാളുകൾ നമുക്ക് ഉളവായി വരട്ടെ. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.